മക്കളെ നീ തന്നെ വാ മക്കളെ സുഖമാണോ? സുഖാണ്. പൊക്കാൻ വെച്ചേട്ടാ? അപ്പച്ചി നല്ല തടിയും വെച്ചിട്ടുണ്ട്. ആണോ? അത് മാത്രം എത്ര ശ്രമിച്ചാലും കുറയണില്ലടി. ടൈറ്റ് ചെയ്താ മതി. അത് നടക്കൂല. അപ്പച്ചി നല്ല തിന്നുന്നുണ്ടെന്ന് തോന്നണം. എടി ഞാനല്ല, ആ രാമേട്ടൻ കഴിക്കണ കണ്ടാണ് ഞാൻ തടി വെക്കണെന്ന് തോന്നുന്നു. ആകെപ്പോട്ട് ഇതെന്തോന്ന്? ഇത് നിങ്ങൾ താമസം മാറിയെന്ന് അറിഞ്ഞ അമ്മ കുറച്ച് കറികൾ തന്നയച്ചാൽ നിങ്ങൾ ഒന്നും വെച്ചിട്ടുണ്ടാവില്ലല്ലോ. താങ്ക് യു. കാർത്തു, നിനക്ക് ക്ലാസ് ഉണ്ടോ? ഇന്ന് നാളെ ഇല്ല. ഇല്ല? ഇല്ല. ഇപ്പൊ ഫ്രീ ആണോ? ഫ്രീ ആണ്. എങ്കിൽ എന്നെ ഒന്ന് സഹായിക്കൂ, ഇഷ്ടംപോലെ പണി കിടക്കണേ. അല്ല, ഇപ്പൊ ട്യൂഷന് പോണം. നീ അല്ലേ പറഞ്ഞ ക്ലാസ് ഒന്നും ഇല്ലെന്ന്? പെട്ടെന്ന് എങ്ങനെ ട്യൂഷൻ വന്ന? അല്ല, ഇപ്പോഴാണ് ഓർത്താന്ന്. നീ ആ പിങ്കിയുടെ കൂട്ടുകാരിയല്ലേ, അപ്പൊ അങ്ങനെയല്ലേ വരൂ. പഠിച്ചില്ലെങ്കിൽ അപ്പച്ചിനെ പോലെ ആയാലോ? നീ ചായ കുടിച്ചാ? ഇല്ല. ചായ എടുക്കട്ടാ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുക്കളയൊക്കെ സെറ്റ് ചെയ്തിട്ട് ചായ ഇടാം. വേണ്ട, ഞാൻ വീട്ടിൽ പോയി കുടിച്ചോളാം. വേണ്ട, ഞാൻ വീട്ടിൽ പോയി കുടിച്ചോളാം. ട്യൂഷൻ ഉണ്ട്, അമ്മ വഴക്കുറേ. കാർത്തു, എവിടെ പോണ്? എന്ത് പറഞ്ഞിട്ട് ഇപ്പൊ എന്തോ? എന്നാ ഒന്ന് അറിഞ്ഞിരിക്കാൻ. പറഞ്ഞല്ലോ. എന്തോന്ന്? ഞാൻ വീട്ടിൽ പോണു. വീട്ടിൽ പോണോ? ഗൾഫിൽ പോണെന്നല്ലേ പറഞ്ഞത്? ഗൾഫിൽ പോണു. ചിലപ്പോ അതിന് 2-3 ദിവസം എടുക്കുമായിരിക്കും. അതിന് മുമ്പ് ഞാൻ ഒന്ന് വീട്ടിൽ പോകും. വീട്ടിൽ എന്തിനു പോണാന്ന്? വീട്ടിൽ എന്തിനു പോണെന്ന്? അത് എന്റെ വീടാണ്, ഞാൻ അവിടെ പോണം. അല്ല ചേട്ടാ, ഇങ്ങനെ എത്രയും പെട്ടെന്ന് ഗൾഫിൽ പോകും ഞാൻ അറിഞ്ഞു. എത്ര പെട്ടെന്ന് ഞാൻ ഗൾഫിൽ പോകും. ചിലപ്പോ 1 മാസം എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ 2 മാസം എടുക്കും. അത്ര തന്നെ താമസം. അല്ല, അത്രയും നാൾ അപ്പൊ ഇവിടെ നിൽക്കും? അത്ര നാളെ ഞാൻ എന്റെ വീട്ടിൽ നിൽക്കും. ചേച്ചി വാടക കൊടുത്ത വീട്ടിൽ നിൽക്കാൻ പോണോ? വാടക കൊടുത്ത വീട്ടിൽ നിന്ന് അതെന്ത് ചേട്ടാ, ഒരു മര്യാദയാണോ? ഞാൻ അവിടെ ഒരു മുറി ഞാൻ അവിടെ തന്നെ ചോദിക്കും. എന്നിട്ട് ഞാൻ അവിടെ അങ്ങ് വാടക താമസിക്കും. മനസ്സിലായോ? വേണമെങ്കിൽ ഞാൻ 1000-2000 വാടക അവർക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ അതിന് പൈസ എവിടെ നിന്ന്? അതിന് പൈസ ഞാൻ അധ്വാനിച്ചു കൊടുക്കൂടി. ഞാൻ അധ്വാനിച്ചു കൊടുക്കും. ചേട്ടൻ അധ്വാനിച്ചു കൊടുക്കും. എന്ത് നല്ല കോമഡി. ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് എടുത്ത് എഴുതി വയ്ക്കാത്തത്? എന്റെ ചേട്ടാ, ഇത്ര നാടകം കളിക്കണ എന്തിനാണ്? ആ വാടക പൈസക്കല്ലേ? ആ വാടക പൈസ തന്ന പ്രശ്നം തീരുവോ? തീരുവോ? എന്നാ ഞാൻ ചേട്ടന് തരാം. എന്നിട്ട് ഞാൻ വീട് വിട്ടിറങ്ങാം. ഓഹോ, അപമാനിപ്പിച്ചത്. ശരി. പിന്നെ അല്ലാതെ ചേട്ടന് ആ പൈസ നീ കൊണ്ടുവച്ച് ഉണ്ണ്. തരണ്ടടി. നീ കൊണ്ടുവച്ച് തിന്ന. അർദ്ധർത്ത് തിന്നത് എനിക്ക് തരണ്ട. ഇങ്ങോട്ടോ, ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞ സമാധാനം അങ്ങോട്ട് പറഞ്ഞൊന്നുമില്ല. ഇങ്ങോട്ട് വാ. അതിന്റെ ആവശ്യമില്ല. പറഞ്ഞേക്ക്. ഞാൻ പോണ്. എനിക്കിനി അതിന്റെ ആവശ്യമില്ല. ചേട്ടാ, ഇത്രയും നാള് ചേട്ടൻ ഉണ്ടാക്കിയ പൈസ, ഗൾഫിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ, അത് വെച്ച് നമ്മൾ പുട്ടടിച്ച് ജീവിച്ചു കഴിഞ്ഞ്. ഓ, ഇനി അതിൽ കുറച്ചെന്തോ ബാക്കിയുള്ളൂ. കുറച്ചുണ്ടല്ലോ. അത് മതിയാ? ഇനി അങ്ങോട്ടുള്ള ജീവിതം മുന്നോട്ട് പോണ്ടേ? അതിന് ഈ വാടകയാണ് എന്റെ ഏക പ്രതീക്ഷ. അത് ചേട്ടൻ അത് നശിപ്പിക്കാനാ. നിനക്ക് എന്നെ എന്തെല്ലാം കുറ്റം പറഞ്ഞാൽ തീരും നിനക്ക്? പിന്നല്ലാതെ ഒരു നിനക്ക് ഞാൻ ഓട്ടക്കയ്യെ ഞാൻ പുട്ടടിച്ച് തീർത്തു അല്ലേ? എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അരിമണി പോലെ ഉണ്ടാക്കിയ പൈസ ചോദിച്ച വീട്ടിൽ വാടക എനിക്ക് നിനക്ക് തരാൻ പറ്റില്ല. ഇപ്പൊ അത് എന്റെ വീടെന്നൊക്കെ അല്ലേ? ഇപ്പോഴെന്ന് പിന്നെ എപ്പോഴും എന്റെ വീടില്ല. അപ്പൊ ഞാൻ ആരായി? നീ ആരാണെന്ന് നിനക്ക് അറിഞ്ഞോളി. ഞാനൊരു കാര്യം പറയട്ടാ, ആ വാടക 20,000 രൂപ ചേട്ടൻ്റെ കയ്യിൽ തന്ന അത് 5 നിക്കർ ഒരു ഷൂ ആയിട്ട് മാറും. സത്യം തന്നെ. 5 നിക്കർ ഷൂ ഞാൻ വാങ്ങിക്കണത്? ഞാൻ എപ്പോ വാങ്ങിച്ചില്ല 5 നിക്കർ ഷൂ? എപ്പോഴും. ഇവിടെ ചെരുപ്പ് ഇവിടെ. എന്റെ ചെരുപ്പ് അവിടെ കാലില്. പിന്നെ ഇങ്ങോട്ട് ഞാൻ പോണം. ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ ഇത്ര അപമാനം കൂടെ സഹിച്ചു ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താണ്? ഇങ്ങോട്ട് വാ ചേട്ടാ, ഇങ്ങനെ കഥാപ്രസംഗം അടിക്കാൻ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട്. ചേട്ടൻ എന്തെല്ലാം കാണിച്ചാലും ശരി, ഞാൻ ആ പൈസ തരാൻ പോണില്ല. തരാൻ പോണില്ലേ? ഇല്ല. ഇതിനാണ് നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? പിന്നെ കുറെ നേരെ ഓവറായി പോയ എന്തൊക്കെയായിരുന്നു. പൈസ കൊടുക്കല്ലേ മോളെ. എന്നിട്ട് നൈസിനാ ചെന്ന് ചോദിച്ചിരിക്കണേ. എന്താടാ നിനക്ക് എന്ത് അറിഞ്ഞു കേട്ടോ? എന്തിനാ അറിഞ്ഞു? നീ ചെന്ന് നൈസിനാ പൈസ ചോദിച്ചേക്ക. പൈസ എന്റെ ആവശ്യം ഞാൻ പൈസ ചോദിച്ചു. നിന്റെ ആവശ്യം നീ പോയി ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചെങ്കിൽ ഞാൻ ഡയറക്റ്റ് അല്ലേ ചോദിച്ചത്? വളഞ്ഞ വഴി കൂടെ അല്ലല്ലോ. നീ സംസാരിക്കണ്ടോ? അതിന് എനിക്ക് സംസാരിക്കണം അച്ഛൻ്റെ അടുത്ത്. ആ ലീലാമണി ചേച്ചി എന്നെ ഏൽപ്പിച്ച അഡ്വാൻസ് ഫുള്ള് ഇതിൻ്റെ അകത്തുണ്ട്. എനിക്കിനി 1 രൂപ പോലും വേണ്ട. ഒറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാം, ഇതാ ചേച്ചിക്ക് തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ്.
അതൊന്നും ഓർത്തിരുന്നാ മതി. മക്കളെ എനിക്ക് വേണ്ട മക്കളെ. എന്നാ നീ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ മക്കളെ. വേണ്ട മാമ, വേണ്ട. ഇങ്ങനെയൊന്നും അല്ലല്ലോ മാമ നേരത്തെ പറഞ്ഞത്. ഇത് 50-50 25% അങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞത്? മക്കളെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. എനിക്ക് 5 പൈസ വേണ്ട മക്കളെ. സത്യമായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് 5 പൈസ വേണ്ട. മാമന് വേണ്ടായിരിക്കും. വേണ്ട വേറെ ചിലവരും ഇവിടെ ഉണ്ടല്ലോ. അതെനിക്കറിഞ്ഞൂടാ. കണ്ടല്ലോ എത്ര ഉണ്ട്? എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? അഡ്വാൻസ് എത്ര കിട്ടിയെന്ന്? എത്ര കിട്ടി? 3 മാസത്തെ അഡ്വാൻസ് 60,000 രൂപ ഉണ്ട്. 1 രൂപ ചോദിക്കായിരുന്നു. ഓ, ചോദിക്കാത്തുണ്ട്. ഇപ്പൊ ഇതിൽ എത്ര ഉണ്ട്? അത് ഫുള്ള് ഉണ്ടെന്ന്. സാധനം ഇപ്പൊ ഇവിടെ കൊണ്ട് വെക്കും. ഇത് എന്തൊരു മാറ്റം പോയി. ചിന്നുവായി അച്ഛ അവിടെ വന്നല്ല. എന്തൊരു ചിന്നു ഇതെന്തോന്ന്? പാല്. പാല? ഓ, നമ്മളൊരു പുതിയ വീട്ടിലൊക്കെ വരുമ്പോ പാലൊക്കെ കാച്ചി കൊണ്ടേ തുടങ്ങാൻ. അതിനാണോ പൈസ എടുത്തത്? ആ, വരാൻ വേണ്ട എന്റെ അതെ, എന്റെ അടുത്ത് ചോദിച്ചാ പോലെ ഞാൻ തരൂലേ. കാച്ചേട്ടാ, കാച്ചു മക്കളെ കാച്ച്. ചേട്ടാ അത്രയും എടുക്കും. കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വേണം. തന്നെ തന്നെ. 100 രൂപ എന്നെ കൊണ്ടുപോയത്. ബാക്കി 75 രൂപയുടെ പാലിന്റെ പൈസയും പോയിട്ട്. ഉരുളയ്ക്ക് പേര്